നമസ്കാരം. കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതിനു ശേഷം 2-3 ദിവസങ്ങൾ നിശബ്ദനായിരുന്നു പിണറായി വിജയൻ. അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. അതിനുശേഷമാണ് കണ്ണൂരിലെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയും ക്ലിഫ് ഹൗസിലേക്ക് പോകുകയും ഒക്കെ ചെയ്തത്. 3-ാം വട്ടവും അധികാരത്തിൽ വരുമെന്നുള്ള വലിയ പ്രതീക്ഷയിലായിരുന്നു പിണറായി. അതുകൊണ്ട് തന്നെ ആ മാനസികാവസ്ഥയിൽ നിന്ന് അദ്ദേഹം മോചിതനായോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ എന്തായിരുന്നാലും തിരഞ്ഞെടുപ്പ് ഫലം അറിഞ്ഞ ദിവസങ്ങൾക്കു ശേഷം അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. ആ കുറിപ്പ് കേരളത്തിലെ ജനങ്ങളെല്ലാം കാണണം. എത്ര പൊട്ടത്തെറ്റും പച്ചക്കള്ളവുമാണ് ആ കുറിപ്പിലും പിണറായി വിജയൻ പറയുന്നത് എന്ന് ഒന്ന് കാണണം. ആ കുറിപ്പ് ഇങ്ങനെയാണ്: നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ജനവിധിയെ ആദരവോടെ സ്വീകരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ UDFനെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം തീർത്തും അപ്രതീക്ഷിതമായ തെരഞ്ഞെടുപ്പ് ഫലമാണ് വന്നിട്ടുള്ളത്. എല്ലാവിധ എതിർപ്രചാരണങ്ങൾക്കും ആക്രമണങ്ങൾക്കും ഇടയിലും LDFന് ജനങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. 3-ാം വട്ടം തുടർച്ചയായി പ്രതീക്ഷിച്ച വിജയം കൈവിട്ടെങ്കിലും വലിയൊരു ജനവിഭാഗം LDFനോടൊപ്പം ഉറച്ചു നിന്നു എന്നത് ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. LDFന് ഈ ജനവിധി ഒരു അവസാനമല്ല, മറിച്ച് തുടർച്ചയായ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള പുതിയ തുടക്കമാണ്. ജനങ്ങളുടെ വിശ്വാസം മെച്ചപ്പെട്ട നിലയിൽ വീണ്ടെടുക്കാനും കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. കഴിഞ്ഞ 10 വർഷത്തിലുടനീളം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു എന്നത് നിസ്സംശയമാണ്. അവ നിലച്ചു പോകാതിരിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും ശക്തമായ ജനജാഗ്രത തുടർന്നും ഉണ്ടാകേണ്ടതുണ്ട്. നവകേരള നിർമ്മാണത്തിനായി LDF മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകൾ വിജ്ഞാന, സമ്പദ് വ്യവസ്ഥ, യുവജന തൊഴിൽ, സാമൂഹ്യനീതി, പൊതു ആരോഗ്യവും വിദ്യാഭ്യാസവും ഇവയെല്ലാം ഇനി മുന്നോട്ട് പോകുമെന്ന് ശക്തമായ പ്രതിപക്ഷ നിലപാടിലൂടെ ഉറപ്പാക്കും. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശാക്തീകരണവും സാമൂഹ്യ സുരക്ഷയും ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച നയങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമായവയാണ്. അവ നടപ്പിലാക്കുന്നതിനായി പുതിയ സർക്കാരിന്മേൽ ജനാധിപത്യ സമ്മർദ്ദം ചെലുത്തും. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന ഏത് നല്ല നടപടിയെയും പിന്തുണയ്ക്കും. അതേസമയം ജനവിരുദ്ധമായ തീരുമാനങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്യും. ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കുകയാണ് LDFന്റെ ലക്ഷ്യം. കേരളത്തിൻ്റെ മതനിരപേക്ഷതയും ബഹുസ്വരതയും സംരക്ഷിക്കുക എന്നത് LDFന്റെ അടിസ്ഥാന നിലപാടാണ്. ഈ തെരഞ്ഞെടുപ്പിലെ ചില സൂചനകൾ മതനിരപേക്ഷത സംരക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെ ആശങ്കപ്പെടുത്തുന്നതാണ്. BJP 3 സീറ്റുകൾ നേടിയത് ഗൗരവതരമാണ്. ഒരു വർഗീയതയോടും സന്ധി ചെയ്യാതെ വിഭജന രാഷ്ട്രീയത്തിനെതിരെ ഞങ്ങളുടെ പോരാട്ടം തുടരും. ഈ തെരഞ്ഞെടുപ്പിനിടയിൽ വ്യാപകമായ വ്യാജ പ്രചരണങ്ങൾ നടന്നു എന്നത് മുമ്പും പറഞ്ഞതാണ്. അതിൽ ചില മാധ്യമങ്ങൾ വഹിച്ച പങ്ക് ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. അർത്ഥസത്യങ്ങളെയും അതിശയോക്തികളെയും വസ്തുതാവിരുദ്ധ പ്രചാരണങ്ങളെയും ആശ്രയിച്ച അവതരണങ്ങൾ ജനാധിപത്യത്തിന് ഗുണകരമല്ല. എങ്കിലും ഈ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുകയാണ് പ്രധാനമെന്ന് LDF വിശ്വസിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലം സമഗ്രമായി പരിശോധിക്കാനും എല്ലാ സഖാക്കളുടെയും അഭിപ്രായങ്ങൾ കേൾക്കാനും LDF തീരുമാനിച്ചിട്ടുണ്ട്. ജനാധിപത്യപരമായ തുറന്ന പരിശോധനയാണ് ഉദ്ദേശിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം പൊതുസമൂഹത്തിൽ നിന്നും സഖാക്കളിൽ നിന്നും ഉയരുന്ന ആശങ്കകളും അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഗൗരവബുദ്ധിയാ പരിശോധിക്കും. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് തീരുമാനങ്ങളെടുക്കും. LDFന് വേണ്ടി 10,000-കണക്കിന് പ്രവർത്തകരാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അഹോരാത്രം ഏറ്റെടുത്തത്. അവരെ ആകെ അഭിവാദ്യം ചെയ്യുന്നു. ഞങ്ങളെ എതിർത്ത ശക്തികൾ, UDF, BJP, ചില മാധ്യമങ്ങളുടെ നിലപാട് ഇവയെല്ലാം ചേർന്നുണ്ടാക്കിയ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഈ ഫലമുണ്ടായത്. അരാഷ്ട്രീയ സ്വഭാവമുള്ള ചില കേന്ദ്രങ്ങളുടെ തെറ്റായ പ്രചരണത്തിലും ചിലരെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ട്. അവരെയൊക്കെ വസ്തുതകൾ ബോധ്യപ്പെടുത്താൻ ഗൗരവമായ ശ്രമമുണ്ടാകും. ജനങ്ങൾ നൽകിയ വിധിയെ മാനിച്ച് കൂടുതൽ ശക്തമായി പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നുണക്കഥകളും കോർപ്പറേറ്റ് PR ബുദ്ധിശാലകളിൽ ഉരുത്തിരിഞ്ഞ വ്യാജ പ്രചരണങ്ങളും ഞങ്ങളെ പിന്നോട്ടടിപ്പിക്കില്ല. LDFന്റെ നിലപാടുകളിലും ഇടപെടലുകളിലും വന്ന വീഴ്ചകൾ ജനാധിപത്യപരമായി തന്നെ പരിശോധിക്കും. ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. ജനങ്ങളോടുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കി കൂടുതൽ വ്യക്തതയോടെയും ആത്മവിശ്വാസത്തോടെയും LDF മുന്നോട്ട് പോകും. കേരളത്തിൻ്റെ ഭാവിക്കായി, ജനങ്ങളുടെ ക്ഷേമത്തിനായി, ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടി പോരാട്ടം തുടരും. LDFനോടൊപ്പം നിന്ന് എല്ലാവർക്കും വീണ്ടും നന്ദി അറിയിക്കുന്നു. കേരള ജനതയുടെ വിശ്വാസം വീണ്ടെടുക്കാൻ കൂടുതൽ ശക്തമായി തിരിച്ചു വരും എന്ന് ഉറപ്പു നൽകുന്നു. ഇങ്ങനെയാണ് പിണറായി വിജയൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്
അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇത് നമുക്കറിയാം, ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. നവകേരള നിർമ്മാണത്തിനായി എന്തൊക്കെയോ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്നാണ് പിണറായി വിജയൻ പറയുന്നത്. റെയിൽ പോലെയുള്ള ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയാത്ത വികസനങ്ങളെക്കുറിച്ചൊക്കെ പിണറായി സർക്കാർ നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. എത്രയോ പേരെ ഇതിൻ്റെ പേരിൽ കുടിയിറക്കപ്പെട്ടു, എത്രയോ പേരുടെ കണ്ണീര് ഈ നാട്ടിൽ വീണു. ഇതൊന്നും പിണറായി വിജയൻ ഇപ്പോഴും ഓർക്കുന്നില്ല. ഇത് മാത്രമല്ല, നവകേരള സർക്കിട്ട് നടത്തിയപ്പോൾ നടത്തിയ അക്രമങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അനധികൃത നിയമനങ്ങൾ, ഈ സമരങ്ങൾ, ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ നടത്തിയ സമരങ്ങൾ കണ്ടില്ല എന്നും നടിച്ചത്, ഉദ്യോഗാർത്ഥികൾ നടത്തിയ സമരങ്ങൾ കണ്ടില്ല എന്നും നടിച്ചത്, ആൾക്കാരുടെ ഇടയിലൂടെ, അതായത് പൊതുജനങ്ങൾക്ക് പൊതുനിരത്തിൽ പോലും സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി നാട് ഞെട്ടിച്ച് ചീറിപ്പാഞ്ഞത്, ഈ കാര്യങ്ങളൊക്കെ പിണറായി വിജയൻ മറന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. പിണറായി വിജയൻ്റെ ഇത്തരം നിലപാടുകളാണ്, ധാർഷ്ട്യത്തോടെയുള്ള പെരുമാറ്റമാണ് ഈ LDFിൻ്റെ തോൽവിക്ക് കാരണം. ഒരൊറ്റ കാര്യം മാത്രം പിണറായി വിജയൻ കുറിച്ചാൽ മതിയായിരുന്നു. അതെ, എനിക്ക് തെറ്റു പറ്റിയിട്ടുണ്ട്, ആ തെറ്റുകൾ തിരുത്താൻ ഞാൻ തയ്യാറാണ്, ഈ തെറ്റുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അല്പമെങ്കിലും ദയവ് പിണറായി വിജയനോട് ജനങ്ങൾക്കും അണികൾക്കും തോന്നുമായിരുന്നു.